എടുത്തു പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും വലിയ ആന എവിടെ ചെന്നാലും അതിനെ ഗുരുവായൂരപ്പനേക്കാൾ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി ആനയും അതിൻ്റെ ആനക്കാരെയും കാണാൻ എല്ലാവരും ശ്രമിച്ചിട്ടുണ്ട്. മോശമായ ഒരു സംഭാഷണ ശൈലിയിലൂടെ ഒരാളെയും അതിനെ വെറുക്കപ്പെടാതെ, ഒരാളും എന്നെയും വെറുക്കപ്പെടാതെ, ആനയും വെറുക്കപ്പെടാതെ ദേവസ്വത്തിൻ്റെ സൽപ്പേര് നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ ഗുരുവായൂരപ്പൻ എന്നെ വളരെയധികം അനുഗ്രഹിച്ചിട്ടുണ്ട്. ഈ UP പങ്കെന്ന് പറയുന്ന ആൾ രാധാകൃഷ്ണാനയുടെ ഒന്നാം ആനക്കാരൻ ഈ പട്ടം മാറ്റി വെച്ച് കൊടുക്കുകയും പട്ടം മാറ്റി വെച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിൽ ഇത് ആന അകലെ നിൽക്കുകയായിരുന്നു. ഓടിച്ചെന്ന് ഈ UP പങ്ങിനെ കുത്തുകയും അന്ന് തന്നെ അയാൾ മരണപ്പെടാനൊരു സാഹചര്യം ഉണ്ടായി. ഈ ആൾക്കാർ ഇതുമേലുള്ള എല്ലാവരും സസ്പെൻഡ് ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായി അന്ന് തന്നെ 1990. അങ്ങനെ ഞാനും ആ കൂട്ടത്തിൽ പെട്ട ഒരാളാണ്. ഒരു കാരണവും കൂടാതെ, കാരണം ഞാനതുമേൽ ഒന്നര ദിവസം താമസിച്ചു എന്നുള്ളതാണ് ഏക ഒരു കുറ്റം. വളരെ നല്ല രീതിയിൽ അതിനെ ആരോഗ്യവാനായിട്ട് കൊണ്ടു നടക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ കിട്ടുന്ന ഒരു സമയം അത് വളരെ ആരോഗ്യം ക്ഷയിച്ച ഒരു സമയത്താണ് എൻ്റെ കിട്ടുന്നത് 2013. അതിനെ 2013 ഞാൻ അഴിച്ച് ഏതാണ്ട് ഒരു 6 മാസക്കാലം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ശാരീരികമായിട്ടുള്ള മാറ്റവും മാനസികമായിട്ടുള്ള മാറ്റങ്ങളും എല്ലാം എൻ്റെ പ്രവൃത്തിയിലൂടെയും അതേപോലെ തന്നെ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്താലും നല്ല രീതിയിൽ അതിനെ കൊണ്ടു നടന്ന് നല്ല ആരോഗ്യവാനായിട്ട് കൊണ്ട് നടന്ന് പരിപാടികളും കാര്യങ്ങളുമൊക്കെ നടത്താൻ പറ്റി. 2018 ഞാൻ അവിടെ നിന്ന് എൻ്റെ ജോലി എൻ്റെ 56 വയസ്സിൽ അവിടെ നിന്ന് റിട്ടയർ ചെയ്യണം. അത് അധികരിച്ച് നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് ദേവസ്വത്തിൽ നിന്ന് ഞാൻ റിട്ടയർ ചെയ്തു. ഇപ്പോൾ ഞാൻ അതിന് ശേഷം ഗുരുവായൂർ ദേവസ്വത്തിലെ ഈ വലിയ കേശവൻ്റെ കൂടെ താമസിച്ചതിൽ ഏറ്റവും എനിക്ക് എടുത്തു പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും വലിയ ആന എവിടെ ചെന്നാലും അതിനെ ഗുരുവായൂരപ്പനേക്കാൾ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി ആനയും അതിൻ്റെ ആനക്കാരെയും കാണാൻ എല്ലാവരും ശ്രമിച്ചിട്ടുണ്ട്. അതിനുള്ള എല്ലാ അവസരങ്ങളും ഒരാളോട് പോലും ഒരു എതിർത്തൊരു വാക്ക് പറയാനോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു മോശമായ ഒരു സംഭാഷണ ശൈലിയിലൂടെ ഒരാളെയും അതിനെ വെറുക്കപ്പെടാതെ, ഒരാളും എന്നെയും വെറുക്കപ്പെടാതെ, ആനയും വെറുക്കപ്പെടാതെ ദേവസ്വത്തിൻ്റെ സൽപ്പേര് നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ ഗുരുവായൂരപ്പൻ എന്നെ വളരെയധികം അനുഗ്രഹിച്ചിട്ടുണ്ട്. എൻ്റെ ആശാനും അതിന് എനിക്ക് വളരെയേറെ അനുഗ്രഹം തന്നതുകൊണ്ടാണ് എനിക്ക് അങ്ങനെയൊക്കെ വളരെ നല്ല രീതിയിൽ ഈ ആനയുടെ പ്രവൃത്തികളൊക്കെ എടുക്കുവാനും അത് മുന്നോട്ട് കൊണ്ടുപോകുവാനും വളരെ നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ ഒരു ആക്ഷേപത്തിനും ഇടവരുത്താതെ എനിക്ക് ആ ജോലികൾ കൊണ്ടുപോകാൻ കഴിഞ്ഞത് ഗുരുവായൂരപ്പൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. തന്നെയുമല്ല, അവിടുത്തെ ഏറ്റവും വലിയ ആന, പൊക്കത്തിൽ ഏറ്റവും വലിയ ആനയെ എൻ്റെ സ്ഥലമെന്ന് പറയുന്ന ആലപ്പുഴ ജില്ലയിലാണ്. അപ്പോൾ അത് തൃശ്ശൂർ ജില്ലയിലാണ് ഈ ആന നിൽക്കുന്നത്. അപ്പോൾ തെക്കനും വടക്കനും എന്നുള്ളൊരു ശൈലിയും കൂടി അവിടെ നിലനിൽക്കുന്നത് കൊണ്ട് അത് എനിക്ക് കിട്ടി തന്നു. അത് എനിക്ക് എൻ്റെ ഒരു ഗുരുവായൂരപ്പൻ എന്നെ അനുഗ്രഹിച്ചതായിട്ട് മാത്രമേ ഞാൻ കണക്കാക്കത്തുള്ളൂ. കാരണം ഞാൻ ഇത്രയും അകലേന്ന് ചെന്നിട്ട് 2 ജില്ല വിട്ട് ചെന്നിട്ട് ഞാൻ അവിടുത്തെ ഏറ്റവും വലിയൊരു ആനയെ കൊണ്ടു നടക്കാൻ എനിക്ക് അവസരം നൽകി തന്ന മാനേജിങ് കമ്മിറ്റിയോടും അതേപോലെ തന്നെ ഗുരുവായൂരപ്പനോടും മാനേജിങ് കമ്മിറ്റിയോടും അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരോടും എന്നും ഞാൻ കടപ്പെട്ട ഒരാളാണ്. ഞാനത് നിലനിർത്തി കൊണ്ടുപോവുക തന്നെ ചെയ്തു. അവർക്ക് യാതൊരു തരത്തിലുള്ള ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ സൽപ്പേര് നിലനിർത്തിക്കൊണ്ട് തന്നെ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് സാധിച്ചു. അതിൽ എനിക്ക് വലിയ സന്തോഷവും ഞാൻ ഒരുപാട് സന്തോഷിക്കുന്ന ഒരാൾ കൂടിയാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ പോകുന്നതിന് ശേഷം 2 വർഷക്കാലം കഴിഞ്ഞപ്പോൾ മരണപ്പെട്ടു പോയി. അതൊരു വലിയ ദുഃഖകരമായ ഒരു കാര്യമായിരുന്നു. എന്തോ ഒരു ആകസ്മികമായെന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ ആരോഗ്യമൊക്കെ ക്ഷയിച്ച് എന്താ കാരണമെന്നൊന്നും അറിയത്തില്ല. പലരും എന്നോട് ചോദിക്കാറുണ്ട് എന്തായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്കറിയാം. ഞാൻ നിന്ന കാലത്ത് അതിന് നല്ല ആരോഗ്യവനായിട്ടും നല്ല പുഷ്ടിയോടുകൂടി ഒരു വലിയ ചികിത്സകളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഒരു ഡോക്ടർമാരും അതിനെ
വിജയ എന്താ അതിന് ഒരു അസുഖം എന്ന് പോലും ചോദിക്കാൻ പറ്റാത്ത ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് അതിന് നല്ല ആരോഗ്യവാനായിട്ട് കൊണ്ടു നടക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് ഞാൻ എന്നും എപ്പോഴും സ്മരിക്കുന്ന ഒരാൾ കൂടിയാണ് ആ ആനയെ സംബന്ധിച്ച്. അത് 50 വയസ്സായപ്പോഴാണ് അതിനൊരു മരണം സംഭവിച്ചത്. എന്തുകൊണ്ടാണ് മരിച്ചത്, എന്താണ് അതിൻ്റെ അസുഖം എന്താണ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് ഇന്നും അതൊരു വലിയ വിഷമമായിട്ട് എൻ്റെ മനസ്സിൽ നിൽക്കുന്നത്. പല ആനകളെ അഴിച്ചു കിട്ടിയിട്ടുണ്ടെങ്കിലും അത് എനിക്ക് എൻ്റെ മനസ്സിലൊരു വിഷമമായിട്ട് നിൽക്കുന്നത് അത് മാത്രമാണ് എന്നിലുള്ളത്. പിന്നെ അതിനുശേഷം റിട്ടയർമെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് നാട്ടിൽ വന്ന് നിന്നു. 2021 എനിക്കൊരു ആനയെ കിട്ടി. ഞാൻ ശിവകാശി കണ്ണൻ എന്ന് പറഞ്ഞ ഒരു ആന എൻ്റെ വീട്ടിൽ തന്നെ എൻ്റെ വീട്ടിൽ തന്നെ ആയിരുന്നു അതിനെ നിർത്തിക്കൊണ്ടിരുന്നത്. അതിനെ എഴുന്നള്ളിപ്പുകളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ നടത്തി മാവേലിക്കരയുള്ള ഒരു ഉടമസ്ഥൻ്റെ ആനയായിരുന്നു. അദ്ദേഹം അതെന്നെ ഏൽപ്പിച്ച് എൻ്റെ വീട്ടിൽ തന്നെ നിർത്തിക്കോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നെ ആദ്യം വിളിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, ഞാൻ ഇനിയിപ്പോൾ ഉള്ള കാലം വെറുതെ വീട്ടിലിരിക്കുകയാണ്, അതല്ല വിജയേട്ടൻ എന്നെ നോക്കണം എന്നും പറഞ്ഞ് എൻ്റെ വീട്ടിൽ കൊണ്ട് തന്ന ഒരു ആനയാണ്. അങ്ങനെ അതിനെ 1 വർഷക്കാലം എൻ്റെ വീട്ടിൽ നിർത്തി നോക്കി. പിന്നീട് അതിനെ കോഴിക്കോടൊരു കൊളക്കാടന്മാരെന്ന് പറഞ്ഞൊരു പാർട്ടിക്ക് അതിനെ അവർ കൊടുത്ത് പൈസ വില വാങ്ങി. അതിനുശേഷം ഞാൻ 2023 അതായത് 11/9/2023 ഞാൻ ആനയടി അപ്പു എന്ന് പറഞ്ഞ ഒരു ആനയിൽ എന്നെ അവരുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഞാൻ ആ ആനയിൽ പോയി. അതായത് 2023 മുതൽ 2016 വരെ എനിക്ക് ആ ആനയിലെ പ്രവൃത്തി ഞാൻ ഇപ്പോൾ ഏകദേശം ഒരു മാസത്തിൽ കൂടുതലായി ഞാനിപ്പോൾ ആ ആനയിലോട്ട് പോകുന്നില്ല. ഇപ്പം ആന നീര് കെട്ടിയിരിക്കുകയാണ്, നീരിൽ ഒലുവാണ്, ഞാൻ പോകുന്നില്ല എന്നുള്ളൊരു മനസ്സ് എൻ്റെ മനസ്സിൽ ഊട്ടി ഉറപ്പിക്കാനുള്ളൊരു കാരണം കൂടി ഉള്ളതുകൊണ്ടാണ്. കാരണം അതിനെ ഞാൻ അഴിച്ചു കൊണ്ട് നടന്ന് 2023 ചെന്നു. 24 ഫെബ്രുവരി 9 അവിടുത്തെ ആ ആനേടി ക്ഷേത്രത്തിലെ വലിയ പ്രഗത്ഭമായ എഴുന്നള്ളിപ്പാണ്. തെക്കൻ തിരുവിതാംകൂറിൽ ഏറ്റവും കൂടുതൽ ആനകൾ വന്നു ചേരുന്ന ഒരു ഗജ സംഗമം കൂടിയാണ് ആനേടി നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ എഴുന്നള്ളിപ്പിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. അവിടുത്തെ ഗജ മേളയാണ്. ആ ഗജമേളയിൽ കേരളത്തിൻ്റെ വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെയുള്ള ഏതാണ്ട് ഒരു 75 ആനകൾ വരെ വരുന്ന ഒരു വലിയൊരു ഗജമേളയാണ് ആനയടി ക്ഷേത്രത്തിൽ നടക്കുന്നത്. അവിടുത്തെ ആ ക്ഷേത്രത്തിലെ ആനയാണ് അപ്പു എന്ന് പറയുന്ന ഒരു ആന. ആ ആനയിൽ അവിടുത്തെ ഭരണസമിതിയുടെ നിസ്സീമമായ സഹകരണം കൊണ്ട് ഞാൻ ആ ആനയിൽ 2023 ഞാൻ ആ ആനയിൽ പോവുകയും ആനയഴിച്ച് കൈകാര്യം ചെയ്ത് അവിടുത്തെ ആറാട്ട് 2024 ഫെബ്രുവരി 9 ആയിരുന്നു. 10 ആന ഇവിടുന്ന് ആനയടിയിൽ നിന്ന് പോയി. 11 പാലക്കാട് മണ്ണാർക്കാട് എഴുന്നള്ളിപ്പ്. അങ്ങനെ ആ ഒരു സീസണിൽ ആ എഴുന്നള്ളിപ്പെല്ലാം കഴിഞ്ഞ് ആന ഏതാണ്ട് ഏപ്രിൽ മാസം ആകുമ്പോഴത്തേക്ക് നീരിൽ കെട്ടണം. നീരിൽ കെട്ടിക്കഴിഞ്ഞാൽ സെപ്റ്റംബർ ആകുമ്പോഴത്തേക്ക് ആന അഴിക്കും. അങ്ങനെ 2024 ജനുവരി 29 ആയിരുന്നു അവിടുത്തെ ആറാട്ട് ആനയടി ക്ഷേത്രത്തിൽ. ആ ഉത്സവം എന്ന് പറയുന്നത് 5 ദിവസത്തെ പറയുണ്ട്. ഉത്സവത്തിൻ്റെ മുന്നോടിയായിട്ട് 5 ദിവസത്തെ പറയുണ്ട്. 5 വാർഡുകളിലായിട്ടാണ് ആ പറ. അത് രാവിലെ 7:30-8 മണിയാകുമ്പോൾ പോയി കഴിഞ്ഞാൽ രാത്രി 12-1 മണി വരെ 1 മണിയാകുമ്പോഴേ ആന മടങ്ങി വരുള്ളൂ. 5 ദിവസം അങ്ങനൊരു അവിടുത്തെ ഒരു വലിയ ഒരു മഹത്തായ ഒരു ദേശത്തെ പറയെടുക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അതിനു മുൻപത്തെ കാലങ്ങളിലൊക്കെ അവിടെ 10-12 ദിവസത്തെ പറ ആ ദേശങ്ങളിൽ മുഴുവൻ നടന്നെടുത്തുകൊണ്ടിരുന്ന സ്ഥലത്ത് ഇപ്പോൾ അത് ചുരുക്കി ആനകളുടെ ഈ കഷ്ടപ്പാടും മനുഷ്യൻ്റെ കഷ്ടപ്പാടും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് 5 വാർഡുകളിലാക്കി അത് നിജപ്പെടുത്തിക്കൊണ്ട് ആ പരിപാടി നടക്കുന്നു. അതിൽ ആ 10 ദിവസത്തെ ഉത്സവവും വളരെ ഭംഗിയായിട്ട് ഈ ആന എല്ലാ പരിപാടിക്കും അവിടെ ആനയടി ക്ഷേത്രത്തിലെ എല്ലാ പരിപാടിക്കും ഏറ്റവും മുൻപന്തി നിൽക്കുന്ന ആന ഈ ആനയടി അപ്പു എന്ന് പറഞ്ഞ ആനയാണ്. അതുപോലെ തന്നെ 2024, 25, 26 ജനുവരി 20 ആയിരുന്നു അവിടുത്തെ ആറാട്ട്. അതും വളരെ ഭംഗിയായിട്ട് കഴിച്ചു. മറ്റുള്ള പുറമേയുള്ള ക്ഷേത്രങ്ങളിൽ, അതായത് അതിനെ പാറശാല വരെ പോയി എഴുന്നള്ളിക്കുന്ന ഒരു അവസരമുണ്ട്. കാരണം എന്താ വെച്ചാൽ അതിന് ഇഷ്ടംപോലെ എഴുന്നള്ളിപ്പ് കിട്ടുന്ന ഒരു ആനയാണ്.
പാറശാല വരെ പോയി എഴുന്നള്ളിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആനയും കൊണ്ടുപോയി, ആനയും കൊണ്ട് അതിനെ എഴുന്നള്ളിപ്പെല്ലാം കഴിഞ്ഞു. അതിനെ നീരി കെട്ടി ആനയെ പ്രധാനമായിട്ട് എനിക്ക് അവിടുത്തെ സംബന്ധിച്ച് പറയാനുള്ളത്, ആനയിടിയിൽ ഇത്രയധികം ആനകൾ വരുന്നത് കൊണ്ടും അതുപോലെ അത്രയധികം ആനകളെ കാണുന്നത് കൊണ്ടും അവിടുത്തെ നാട്ടുകാർക്ക് ആനകളെ വളരെ സുപരിചിതരാണ്. എങ്കിൽ പോലും ആനയെയും ആനക്കാരെയും പഠിക്കുവാനോ അറിയുവാനോ മനസ്സിലാക്കുവാനോ കഴിയാത്ത ഒരു വിഭാഗം ആൾക്കാരവിടെ ഒരു പ്രത്യേക രീതിയിൽ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയത് കൊണ്ട് ഞാൻ വളരെ അസന്നിഗ്ധമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അവിടുത്തെ ഭരണസമിതിയും അതേപോലെ തന്നെ അവിടുത്തെ നാട്ടുകാരും വളരെ നിസ്സീമമായ സഹകരണവും അതുപോലെ തന്നെ സ്നേഹവും ബഹുമാനവും ഒക്കെ എനിക്ക് നൽകിയിട്ടുണ്ട്. ആ ആനയെ അഴിച്ചു കെട്ടുന്ന കാര്യത്തിൽ, അതിനെ പരിചരിക്കുന്ന കാര്യത്തിൽ വളരെ നല്ല രീതിയിൽ എല്ലാവരുടെയും സ്നേഹസമ്പന്നമായ ആ പെരുമാറ്റവും അതേപോലെ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സ്നേഹസമ്പന്നമായ പെരുമാറ്റത്തിലൂടെ അതിനെ നല്ല രീതിയിൽ പരിചരിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും ആനയെയും ആനക്കാരെയും പഠിക്കാത്ത ഒരു വിഭാഗം ആൾക്കാരുടെ നാവിൻ്റെ പിഴവ് കൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ആനയിൽ നിന്ന് നീരിൽ കെട്ടിക്കഴിഞ്ഞ് എനിക്കവിടെ ആനയുടെ ലാവണത്തിൽ നിന്ന് മാറണമെന്നുള്ളൊരു രീതി എനിക്ക് തോന്നിയത് കൊണ്ട് ആ നാവിൽ നിന്നുള്ള വാക്കിൻ്റെ സ്ഫുടത അത് ഒരാനക്കാരനെ സഹിക്കാവുന്നതിനപ്പുറത്തായതുകൊണ്ട് ഞാനത് വളരെ വ്യക്തമായിട്ട് ഞാൻ പറയുന്നില്ല. എങ്കിൽ പോലും അത് പറഞ്ഞവർക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രം ഞാനത് പറയുകയാണ്. അതുകൊണ്ട് അത് ആനക്കാരെയും പഠിക്കാത്ത ഒരു വിഭാഗം ആൾക്കാർ അവരുടെ ഒരു നാവിൽ നിന്നുണ്ടായ ഒരു പിഴവ് കൊണ്ടാണ് ഞാൻ ആ ആനയിൽ നിന്നുള്ള ലാവണം ഞാൻ വേണ്ട എന്ന് മനസ്സുകൊണ്ട് ഞാൻ ആലോചിച്ച് ഇപ്പോൾ പോകാതെ നിൽക്കുന്നത്. എന്നെ പോകരുതെന്നും പറഞ്ഞ് നിർബന്ധിച്ച ഇപ്പോഴും അപ്പോഴും നിർബന്ധിക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ആ നാവിൻ്റെ പിഴവ് മറ്റൊരു ആനക്കാരൻ്റെ അടുക്കൽ എടുക്കാൻ പാടില്ല. ആനക്കാരനെന്ന് പറയുന്നത് അവൻ്റെ ജീവിതത്തിൽ അവന് ഒരുപാട് ക്ലേശത അനുഭവിച്ചിട്ട്, വളരെ ത്യാഗം അനുഭവിച്ചിട്ട്, വളരെ വളരെ നല്ല രീതിയിൽ അവൻ അധ്വാനിച്ചിട്ട് അധ്വാനത്തിൻ്റെ ഫലത്തിൻ്റെ കൊണ്ടാണ് അവന് ഒരു കുടുംബം ജീവിക്കാനുള്ള വരുമാന സ്രോതസ്സ് ഉണ്ടാകുന്നത്. ആ സ്രോതസ്സിൻ്റെ ഫലമെന്ന് പറയുന്നത് അവൻ്റെ ഏറ്റവും വലിയ കഠിനമായ അധ്വാനമാണ്. ആനയെന്ന് പറയുന്ന ഒരു വലിയ വന്യമൃഗമാണ്, വന്യതയുള്ളൊരു മൃഗമാണ്. ആ മൃഗത്തെ ഒരാനക്കാരൻ അതിനെ നല്ല രീതിയിൽ കൊണ്ടു നടക്കുമ്പോൾ ആ ആനക്കാരനുണ്ടാകുന്ന മനസ്സിൻ്റെ വിഷമവും ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതയും മനസ്സിലാക്കിയാൽ ഒരു പരിധിവരെ ഒരു ക്ഷേത്ര മാനേജിങ് കമ്മിറ്റിക്കോ അല്ലെങ്കിൽ ക്ഷേത്ര ഭരണസമിതിക്കോ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് പോകാൻ കഴിയുന്ന ഒരു മനസ്സുള്ള ആൾക്കാരാണെങ്കിൽ അതിനെ നല്ല രീതിയിൽ ആ ആനക്കാരൻ കൊണ്ടു നടക്കുവാനും അതിനെ പരിചരിക്കുവാനും ആ മുതലിന് കേടുവരാതെ വളരെ വളരെ നല്ല രീതിയിൽ അത് വളരെ ആയുസ്സോടും ആരോഗ്യത്തോടും കൂടി നിൽക്കുവാൻ ആ ആനക്കാരൻ്റെ മനസ്സും ശരീരവും മാത്രം മതി. അദ്ദേഹത്തിൻ്റെ സന്തോഷവും സ്നേഹവുമാണ് ആ ആന ഏറ്റവും നല്ലതാകുന്നതും ചീത്തയാകുന്നതും. ഒരാനക്കാരനെ സംബന്ധിച്ച് ഒരാനയെ നല്ലതാക്കാനും ചീത്തയാക്കാനും കഴിയുന്ന ഏറ്റവും വലിയൊരു മൃഗമാണ് ആന. ആനക്കാരനെ എന്ത് പഠിപ്പിച്ചാലും ഏത് രീതിയിൽ അതിനെ പരിശീലിപ്പിച്ചാലും അത് പരിശീലനം വളരെ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കി ശ്രദ്ധയോടുകൂടി ചെയ്യുന്ന ഒരു മൃഗമാണ്, ഒരു വന്യമൃഗമാണ് ആന. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഒരു ആനക്കാരൻ്റെ വിഷമസ്ഥിതിയും ഒരുടമസ്ഥനാണേലും ഒരു ദേവസ്വമാണെങ്കിലും അതുപോലെ ക്ഷേത്രഭരണ സമിതിയാണെങ്കിലും അവരുടെ കൂടെ ഒത്തു നിൽക്കുന്ന ചില ആൾക്കാരുടെ ആനക്കാരെയും പറ്റി അറിയാൻ വയ്യാത്തവരുടെ നാവിൽ നിന്നുണ്ടാകുന്ന ചില പിഴവുകളാണ് എപ്പോഴും നമുക്ക് ഏതൊരു വർഷം എടുത്ത് നോക്കിയാലും നമുക്ക് വളരെ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും നമ്മൾ കാണുന്ന ഒരു വിഷയം. ഒരു ആനക്കാരൻ ഒരു 6 മാസം നിന്ന് ആൾ മാറി
അതിനെ നീരി കെട്ടി കഴിയുമ്പോൾ മാറി, അല്ലെ നീരി അഴിക്കാറാകുമ്പോഴത്തേക്ക് മാറി, അയാളെ മാറ്റി. അയാൾ പോകുന്നതിൻ്റെ കാരണം ഇതാണ്, ആ നാവിൽ നിന്നുണ്ടാകുന്ന ചില പിഴവുകൾ, ആ സഹിക്കാൻ പറ്റാത്ത വാക്കുകളുടെ ഗാംഭീര്യം കൊണ്ടാണ് ആ ആനക്കാരൻ പോകുന്നത്, അല്ലെങ്കിൽ അയാളെ പറഞ്ഞു വിടേണ്ടി വരുന്നത്. ഒന്നുകിൽ പറയാം ആനക്കാരൻ കള്ളു കുടിച്ചിട്ടാന്ന് പറയും, അതല്ലെങ്കിൽ പറയും ആനയെ പരിചരിക്കാഞ്ഞിട്ടാന്ന് പറയും, അതല്ലെങ്കിൽ പറയും ആന അയാൾ നിൽക്കുന്നതുകൊണ്ട് സ്വഭാവം വളരെ മോശമാണ്, അല്ലെങ്കിൽ അയാൾ നാട്ടുകാരുമായിട്ട് അല്ലെങ്കിൽ ക്ഷേത്ര കമ്മിറ്റിയായിട്ട് വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത്, അതുകൊണ്ടാണ് അയാൾ പോയത്. അല്ലെങ്കിൽ പറയും അയാൾ ആരോടെങ്കിലും കാശ് വാങ്ങിച്ചു, അല്ലെങ്കിൽ അയാൾ കള്ളു കുടിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഉപാധികൾ കണ്ടുപിടിച്ച് അതൊരു ഡൈല്യൂട്ട് ചെയ്യാനുള്ള ഒരു സംവിധാനം ചിലരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് കൊണ്ടാണ് ഈ ആനക്കാർ ആനയിൽ നിന്ന് പ്രധാനമായിട്ട് മാറേണ്ടി വരുന്നതും. അല്ലാതെ ആനക്കാരൻ്റെ ഒരു വലിയൊരു ഇപ്പം കുറ്റങ്ങളില്ലാത്തവരാരുമില്ല. ജോലിയിലിടയ്ക്ക് ചില സമ്മർദ്ദങ്ങളൊക്കെ വരുമ്പം അവന് ഒരുപാട് പിരിമുറുക്കങ്ങളുണ്ടാകും. അപ്പോൾ അതിൽ നിന്നെല്ലാം അതിൽ നിന്ന് ചിലപ്പോൾ അവനൊരു വലിയൊരു ആനയെ നിയന്ത്രിച്ച് നിൽക്കുന്ന ഒരു വല്ലാത്ത ഒരു സ്റ്റേജിലായിരിക്കും വന്നിട്ട് തോളെ തട്ടിട്ട് ഇന്ന നാളെ കണ്ട് ഇന്നടത്ത്. അപ്പോൾ ചിലപ്പോൾ അത് മൈൻഡ് ചെയ്തില്ലെന്ന് വരും. അയാൾ ആനയെ ശ്രദ്ധിച്ച് നിൽക്കുന്നത് കൊണ്ട് ചിലപ്പോൾ ഇത് മൈൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് വരും. അപ്പോൾ അതൊരു വിരോധത്തിന് വഴിയായി. അത് വെച്ചിട്ടാണ് പിന്നീടുള്ള പെരുമാറ്റം. അപ്പം ഒന്നുകിൽ ആനയുടെ ഉടമസ്ഥനായിരിക്കാം, അല്ലെ ദേവസ്വമായിരിക്കാം, അല്ലെ ദേവസ്വം ഏർപ്പെടുത്തി ഇതിനെ ആനയുടെ ഉടമസ്ഥനാണെന്ന് സങ്കല്പിച്ച് നിൽക്കുന്ന ഒരാളായിരിക്കാം. അയാളുമായിട്ട് യാതൊരു ബന്ധവും കാണത്തില്ല. അയാൾക്ക് ആനയായിട്ടും ആനക്കാരനുമായിട്ടും യാതൊരു തരത്തിലും ഒരു ബന്ധമില്ലാത്ത, അല്ലെങ്കിൽ ആനയെ പഠിക്കാത്തതോ ആനക്കാരനെ പഠിക്കാത്ത ഒരാളായിരിക്കും ഈ വന്നിട്ട് ഈ വാക്കുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ വാക്കുകൾ എത്ര കണ്ട് ഉൾക്കൊള്ളാൻ കഴിയും ഒരാനക്കാരന്? ആ ആനക്കാരൻ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ഈ ആനയിൽ നിന്ന് പോകാൻ തയ്യാറാകുന്നതും ഈ ആനക്കാരനെ പറഞ്ഞു വിടാൻ നിർബന്ധിതനാകുന്നതും. അല്ലാതെ ആനക്കാരനൊരു കള്ളു കുടിച്ച് വഴക്കുണ്ടാക്കിയിട്ടോ, അല്ലെങ്കിൽ ആനയെ കുറേ ഉപദ്രവിച്ചിട്ടോ, അല്ലെങ്കിൽ ആനയെ വളരെ മോശമായിട്ട് നോക്കാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ നോക്കുന്നതുകൊണ്ടോ, ഇതൊന്നുമല്ല. നിസ്സാര കാര്യങ്ങൾ കൊണ്ടാണ് ഒരാനക്കാരനെ ഒരാനയിൽ നിന്ന് പറഞ്ഞു വിടാൻ ചിലരൊക്കെ ആഗ്രഹിക്കുന്നത്. അത് ഒരു ആനയിൽ നിന്ന് ഒരു ആനക്കാരനെ പറഞ്ഞു വിടുന്നത് ഒരിക്കലും അഭികാമ്യമല്ല. ഒരാനയെ ഒരാനയെ ആനക്കാരൻ അഴിച്ച് കൈകാര്യം ചെയ്യുമ്പോൾ ഒരു വർഷക്കാലമെങ്കിലും ആനയെ സംബന്ധിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാനുള്ള അവസരങ്ങൾ കൊടുത്തെങ്കിൽ മാത്രമേ ആനകളുടെ സ്വഭാവ രീതിയും ആനക്കാരൻ്റെ സ്വഭാവ രീതിയും അതിനെ ഏത് തരത്തിൽ എങ്ങനെ കൊണ്ട് നടക്കണം, അതിനെ ഏത് തരത്തിൽ കൈകാര്യം ചെയ്താൽ അതിനെ കാര്യങ്ങൾ നടത്താൻ പറ്റും എന്നുള്ളൊരു മാനസികമായിട്ടുള്ള ഒരു അടുപ്പം വരണമെങ്കിൽ കുറേ മാസങ്ങളോളം ഈ ആനയിൽ പരിചരിച്ചെങ്കിലും ആനയുമായിട്ട് ഇടപഴകിയെങ്കിൽ മാത്രമേ അത് സാധിക്കത്തുള്ളൂ. അത് സാധിക്കാതെ വരുമ്പോഴാണ് ചില സാഹചര്യങ്ങളിൽ ഈ ആനകളൊക്കെ ചില പ്രശ്നങ്ങളുണ്ടാക്കുന്നത്. അതേപോലെ തന്നെ ആനയുടെ മതപ്പാടിൻ്റെ ആരംഭഘട്ടം, ഈ ആരംഭഘട്ടവും അതുപോലെ തന്നെ ഒലുവിലെ കൊണ്ട് നടക്കണം, കുറച്ച് 10 ദിവസം കൂടെ കഴിഞ്ഞിട്ടും കെട്ടാം, അങ്ങനൊന്നും വിചാരിക്കുന്ന ആനക്കാരൻ, ആനയെപ്പറ്റി അറിയുന്ന ആനക്കാരൻ ഒരിക്കലും അത് ചെയ്യത്തില്ല. അവൻ നിർബന്ധിക്കുകയായിരിക്കാം. ആ എഴുന്നള്ളിപ്പൂടെ എടുക്കണം എന്ന് പറയുന്ന ചില ആൾക്കാരുണ്ടാകാം. അങ്ങനെ ആയിരിക്കാം ചിലപ്പോൾ ഇത് സംഭവിക്കുക. പരമാവധി ആനക്കാരനെന്ന് പറയുന്ന ആനക്കാരൻ്റെ ഉചിതമായ നടപടികളിൽ കൂടി മാത്രമേ ആനകളെ കൈകാര്യം ചെയ്ത് കൊണ്ടു നടക്കാവൂ. അങ്ങനെയാണ് ആനക്കാരും ഏതാണ്ട് 90% ആൾക്കാരും ആനയെപ്പറ്റി അറിയാവുന്ന ആനക്കാർ മുഴുവൻ അതേ രീതിയിൽ കൈകാര്യം ചെയ്ത് കൊണ്ട് നടക്കത്തുള്ളൂ. അങ്ങനെ കൊണ്ട് നടക്കാനും സാധിക്കത്തുള്ളൂ. അത് മറ്റുള്ള കുഴപ്പങ്ങളോ മറ്റൊരു ജനക്കൂട്ടത്തിനൊരു പ്രശ്നങ്ങളോ അല്ലെ ആനകൾ ഏതെങ്കിലും തരത്തിൽ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ അനവധി പ്രശ്നങ്ങളാണ് ഉണ്ടാകുക. ആനയ്ക്ക് കേട്, ആനക്കാരന് കേട്, നാട്ടുകാർക്ക് കേട്, മറ്റുള്ള ഉടമസ്ഥന് കേട്. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള വിപത്തുകളുണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ് ഒരു ഇഷ്യൂസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ. അത് പരമാവധി അത് ഉണ്ടാകാതിരിക്കാനുള്ള ശ്രമങ്ങളാണ് ആനക്കാരൻ്റെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത്. ആനക്കാരനല്ലാതെ മദ്യപിച്ചിട്ട് ബഹളം ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ മദ്യപിച്ചിട്ട് ആനയെ അടിച്ചെന്നോ അങ്ങനെ ഒന്നുമുള്ള രീതിയിലല്ല ഒരാന വഴക്കുണ്ടാക്കുന്നത്. ചില സമയത്ത് ചിലപ്പോൾ അത് ഉറക്കം ഒളിച്ചിട്ടായിരിക്കും, 2 ദിവസമായി കാണും ഉറങ്ങിയിട്ട്. അതൊരു വലിയ പ്രശ്നമാണ്. അപ്പോൾ അത് യാത്രയും കഴിഞ്ഞ് എഴുന്നള്ളിപ്പൊക്കെ കഴിഞ്ഞ് ഉറക്കം ഒളിച്ച് നിൽക്കുന്ന സമയത്തായിരിക്കും ഒരുത്തം വന്ന് ഞാൻ എഴുന്നള്ളിപ്പ് സ്ഥലത്ത് പിടിക്കുന്നു. അങ്ങനെയൊക്കെ ചിലയിടത്തൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ആദ്യഘട്ടം അങ്ങനെയാണ് ഉണ്ടാകുക. അത് പിന്നെ ആനക്കാരൻ്റെ നിയന്ത്രണം വിട്ട് കഴിയുമ്പോൾ പിന്നെ ആനയുടെ ഇഷ്ടത്തിന് ആനയ്ക്ക് പെരുമാറാനുള്ള
ആരോഗ്യവും മനസ്സും ആനയ്ക്കുള്ളത് കൊണ്ടാണ് അത് ഈ വകകളൊക്കെ ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് കുറേ ആൾക്കാർ കൂടും, അവർ ലഹള വെക്കും, അല്ലെങ്കിൽ ഫോട്ടോസാകും. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ട്രെൻഡ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു മൊബൈലിൽ ഇത് പകർത്തി പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രധാനം. അപ്പോൾ അത് എത്ര കണ്ട് ഇതിനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമോ അത്രയും കണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കട്ടെ എന്നാണ് ഒരു വിഭാഗം ആൾക്കാർ ചിന്തിക്കുക. മറിച്ച് മറ്റൊരു ശതമാനം ആൾക്കാർ കുഴപ്പമൊന്നും ഉണ്ടാകരുത് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണുള്ളത്. അതുകൊണ്ട് ഈ ആനകളെ സംബന്ധിച്ച്, ആനക്കാരെ സംബന്ധിച്ച്, ആനക്കാർ ജീവിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ജോലി. വളരെ കഠിനമായ ഒരു ജോലിയാണിത്. വളരെ ക്രിട്ടിക്കലായിട്ട് എപ്പോഴും ഇതിനൊരു അപകടം ഉണ്ടാകത്തക്ക ഒരു ജോലിയാണിത്. ആ ജോലിയിൽ അവന് എടുക്കുന്ന ക്ലേശത, അവനെടുക്കുന്ന ജോലി, അവൻ്റെ മാനസികമായിട്ടുള്ള റിസ്ക്, ഇതെല്ലാം വളരെ വളരെ നല്ല രീതിയിൽ ചിന്തിക്കുന്ന ഒരു ആനക്കാരന് വളരെ ഭംഗിയായിട്ട് ഇതിനെ കൈകാര്യം ചെയ്ത് കൊണ്ടു നടക്കാനും അത് നല്ല രീതിയിൽ പ്രവർത്തിയെടുക്കുവാനും മറ്റുള്ള വലിയ വലിയ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാകാതെ കൊണ്ടു നടക്കാൻ സാധിക്കുമെന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് എൻ്റെ സഹപ്രവർത്തകരോടും ഈ മേഖലയിൽ ജോലിയെടുക്കുന്നവരോടും എനിക്ക് പറയാനുള്ളത്, ഒരു കാരണവശാലും ആനകളെ അഴിച്ചുകൊണ്ട് നടക്കുമ്പം, അതിനെ കൈകാര്യം ചെയ്തുകൊണ്ട് നടക്കുമ്പം ഒരുപാട് മദ്യപിച്ച് പ്രവൃത്തിയെടുക്കുവാനും ആരും ശ്രമിക്കരുത് എന്ന് മാത്രമാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. അങ്ങനെ ആൾക്കാർ ഇല്ല എന്ന് വേണം എനിക്ക് ചിന്തിക്കാം. പക്ഷേ എങ്കിൽ പോലും ആരെങ്കിലും അങ്ങനെ അതിന് തുനിയുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം എന്ന് തന്നെയാണ് എനിക്ക് എൻ്റെ അഭിപ്രായം. ഇനിയിപ്പോൾ ഇതിനെ അഴിച്ചോണ്ട് നടന്നില്ല, നമ്മുടെ ശരീരം മദ്യപിച്ചിട്ട് ഒരിക്കലും പാഴാക്കി കളയരുതെന്ന് ചിന്തിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. നമുക്ക് എത്ര ആയുസ്സും ആരോഗ്യമുണ്ടോ അത്ര കണ്ട് ഇതിൻ്റെ അടുക്കൽ പണിയെടുക്കാനും ആ മനസ്സ് ശരീരവും നമുക്ക് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നമുക്കിത് പ്രവൃത്തിയെടുക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ അമിതമായ ഒരു മദ്യപാനത്തിലൊക്കെ ആരും പോകരുത്, പണി ഇല്ലെങ്കിൽ തന്നെ പോകരുത് എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അത് ഒരിക്കലും അങ്ങനെ ആകരുത് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ഇതായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരാളെ ദോഷപ്പെടുത്തിയോ അല്ലെങ്കിൽ ഒരാളെ കുറ്റപ്പെടുത്തിയോ ഒന്നും ആണെന്ന് കരുതരുത്. ഇതൊരു ഉപദേശമായിട്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ. എൻ്റെ ഇത്രയും 50 വർഷക്കാലത്തെ പ്രവൃത്തിയുടെ അനുഭവത്തിൽ നിന്നുണ്ടായ കഥകളാണ്, അല്ലാതെ ഞാൻ പറഞ്ഞു കേട്ട കഥകളല്ല. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ആകരുത്. എന്നാൽ ചിലപ്പോൾ ചോദിക്കുക, ഞാൻ മദ്യപിച്ചിട്ടാണ്? ഞാൻ മദ്യപിച്ചിട്ടല്ല. അപകടം എപ്പോഴും ഉണ്ടാകാം. അപകടം എപ്പോഴും ക്ഷണിച്ചു വരുത്തുന്ന ഒരു ജോലിയാണ് ആനപ്പണി. അത് ഏത് തരത്തിൽ എവിടെ വെച്ച് വേണമെങ്കിലും ആകാം. അത് മദ്യപിച്ചിട്ടല്ല, മദ്യപിക്കാതിരുന്നാലും ഉണ്ടാകും, മദ്യപിച്ചാലും ഉണ്ടാകും. പക്ഷേ കഴിവതും നമ്മൾ മദ്യപിക്കരുത് എന്നാണ് ഞാൻ പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ആരോഗ്യം നിലനിർത്തണമെങ്കിൽ, നമ്മുടെ ശരീരം നിലനിർത്തണമെങ്കിൽ, നമ്മുടെ മനസ്സ് നിലനിർത്തണമെങ്കിൽ മദ്യപാനം ഒരു ഉപാധിയല്ല. അതൊരിക്കലും ആകരുത്. നമ്മൾ നല്ലവണ്ണം കഷ്ടപ്പെട്ട് ഉറക്കമുളച്ച് നമ്മൾ കണ്ടമാനം കഷ്ടപ്പെടുന്ന ഒരു വിഭാഗം ആൾക്കാരാണ് ആനക്കാർ. അത് നമ്മുടെ കുടുംബം, നമ്മുടെ കുഞ്ഞുങ്ങളെ പുലർത്താനാണ്, അല്ലെങ്കിൽ നമ്മുടെ കുടുംബം നോക്കാനാണ്, നമ്മുടെ സമൂഹത്തിൽ നമുക്ക് നല്ല രീതിയിൽ ജീവിക്കണം എന്നുള്ളൊരു മനസ്ഥിതി നമ്മുടെ മനസ്സിലുണ്ടായി നമ്മൾ അങ്ങനെ വേണം ജീവിക്കാൻ എന്നുള്ളതാണ് എനിക്ക് ഉപദേശിക്കാനുള്ളത്.